അസ്സലാമലൈക്കും. അങ്ങനെ കുറേ എപ്പിസോഡുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് അല്ല പരിചയപ്പെടുത്തുന്നത്, ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കല്ലാർ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള ഒരു പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മുടെ സിറ്റിയിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ട്രിവാൻഡ്രത്തുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബാക്കിയുള്ള സ്ഥലത്തിൽ നിന്ന് വരുന്നവർക്ക് ഈ സ്ഥലം എത്താനുള്ള ഡീറ്റെയിൽസ് അത്രയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കല്ലാർ എന്ന് വെച്ചാൽ നമ്മുടെ പൊന്മുടിയുടെ താഴ്വാരത്തുകൂടെ പോകുന്ന ഒരു ആറാണ്. ആക്ച്വലി ഈ കല്ലാറിൽ തന്നെയാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. കല്ലാറിൽ നിന്ന് വനത്തിൻ്റെ അകത്തൂടെ 1.5 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് മീൻമുട്ടി വാട്ടർഫോൾസ് ഉള്ളത്. ഈ 1.5 കിലോമീറ്റർ വനത്തിൻ്റെ അകത്തൂടെ വേറെ വഴിയില്ല. അപ്പോൾ വാഹനങ്ങൾ അവർ കടത്തിവിടില്ല, കാൽനടയായിട്ട് തന്നെ പോകണം. ഈ ഒരു സ്പോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സ്ഥലം മാത്രമല്ല ഭംഗി, ആ സ്ഥലത്തോട്ട് പോകുന്ന വഴിയും വളരെയേറെ ഭംഗിയുള്ളതാണ്. ഞാനും എൻ്റെ കൂട്ടുകാരും നമ്മൾ കാറിലോ ബൈക്കിലോ ഒന്നും അല്ല പോകുന്നത്, നമ്മൾ സൈക്കിളിലാണ് ഇത് പോയിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള വീഡിയോ എടുക്കുന്നത് എൻ്റെ മൊബൈൽ ഫോണിലായിരിക്കും. പല കുറ്റങ്ങൾ കാണും, കുറവുകൾ കാണും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്കുള്ള സജഷൻസ് തീർച്ചയായും എന്നോട് പറയണം, എന്നാൽ മാത്രമേ എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഉമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുകളും കുറവുകളൊക്കെ ക്ഷമിച്ച് എന്നോട് പറയുക. നിങ്ങളപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് യാത്രയിലോട്ട് തിരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ വഴുതക്കാട് നിന്ന് തിരിച്ച് ബോണക്കാട് പോകാനായിട്ട് നിന്നതായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് സാങ്കേതിക തടസ്സങ്ങളാൽ ബോണക്കാട് നമുക്കത് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ കല്ലാർ ലക്ഷ്യമിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വഴുതക്കാട് 9 മണിക്ക് തുടങ്ങി, ഇപ്പോൾ അതാ ഏകദേശം 10 മണിയായി. നമ്മളിപ്പോൾ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് പോകാമെന്ന് കരുതുകയാണ്. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞു, 22 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 20 കിലോമീറ്ററും കൂടെ ഉണ്ടാവും നമ്മൾ എത്താനായിട്ട്. ഇപ്പം ചുള്ളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 26 കിലോമീറ്റർ കഴിഞ്ഞ് ചുള്ളിമാനൂർ കഴിഞ്ഞു. നല്ല പച്ചപ്പ്. ഇവിടെയൊക്കെ വരുമ്പോൾ ട്രാഫിക് ഭയങ്കര കുറവാണ്. ആകെ സൂക്ഷിക്കേണ്ടത് സൂപ്പർ ഫാസ്റ്റൊക്കെ ഇവിടെ കുറച്ചല്ല, ആവശ്യത്തിന് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ 16-ാം കല്ലെന്ന് പറഞ്ഞ സ്ഥലമാണ്. ചുറ്റും ഇഷ്ടം പോലെ മരങ്ങളും കാടും മലയൊക്കെയാണ്. ഇതെല്ലാം കയറ്റങ്ങൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4 പേരുണ്ട്. ഒരാൾ മുന്നേ പോയി, നമ്മൾ 3 പേരുടെ പുറകെ നിന്ന് മുഖമൊക്കെ കഴുകി റെസ്റ്റ് എടുത്തിട്ട് ഒന്നുകൂടെ ചവിട്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആവശ്യത്തിലേറെ നല്ല തണലുണ്ട്. സാറിന് ഈ സമയത്തൊന്നും ചവിട്ടാനേ പറ്റാത്തതാണ്. ഇനി അങ്ങോട്ടെല്ലാം കയറ്റമാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പം അങ്ങനെ 33 കിലോമീറ്റർ കഴിഞ്ഞ് വിതിര അടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങ് കാണുന്ന അതാണ് പൊന്മുടി. ഇനി ഇവിടെ നിന്നൊരു ഏകദേശം 35 കിലോമീറ്ററോളം അടുപ്പിച്ചുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ ഈ കാഴ്ച കണ്ട് ഞാൻ ഇപ്പോൾ നിന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ സൈഡിലൊരു വലിയ കൊക്ക പോലെയാണ്, എന്ത് തോട്ടമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നമ്മളെ സീനറിയാണ്, നല്ല പെയിൻറ്റിങ് പോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ പൊന്മുടി അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ പൊന്മുടി വരെ പോകുന്നില്ല, കല്ലാർ വരെ നമ്മൾ പോകുന്നുള്ളൂ. കല്ലാർ, മീൻമുട്ടി ഇതൊക്കെ ഇവിടെ കാണാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇതാ പൊന്മുടി 23 കിലോമീറ്റർ, അഗസ്ത്യാർകൂടെ ഇവിടെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ 46 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മൾ ഏകദേശം എത്താറായി. ബോണക്കാട് ഇവിടെ തിരിഞ്ഞു പോകാം. ഇനിയുള്ള എല്ലാം അങ്ങോട്ട് ഹിൽ സ്റ്റേഷനുകളാണ്. അങ്ങനെ 38.4 കിലോമീറ്റർ ചവിട്ടി ഇപ്പം കല്ലാറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കല്ലാറായിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ ചവിട്ടാൻ. ഇതൊന്നാന്ന് കണ്ടോ, റോഡ് സൈഡിലൊരു പേരക്കയുടെ മരം കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഒരു പേരക്കയോടെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതുകയാണ്. ഇനി അധികം ദൂരമില്ല, പക്ഷെ തളർന്നു, തീരെ വയ്യ. ഇവിടെ എന്ത് ശാന്തവും വിജനമെന്നറിയാം, ആരുമില്ല. പക്ഷെ നല്ല ഒരു തണുത്ത കാറ്റും ആ തണലും. ഇപ്പോൾ ഉച്ച 12:30 മണി അടുപ്പിച്ചായെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നല്ല സുഖമുണ്ട് ഇതിലെ കൂടെ പോകാനായിട്ട്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എൻ്റെ തൊട്ട് പുറയിലാണ്. അത് പൊന്മുടിയാണോ എന്ന് എനിക്കറിയില്ല, അതേപോലത്തെ ഏതോ മലയാണ് എൻ്റെ കൂട്ടത്തിലുള്ള. എന്താ നല്ല ഭംഗിയുണ്ട്. ചെറുതായിട്ട് ഇപ്പം മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്താറായി എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം.
എന്താ ഗവൺമെൻറ് ഗസ്റ്റ് റൂമാണെന്ന് തോന്നുന്നു ഗോൾഡൻ വാലിയുടെ 1.5 കിലോമീറ്റർ. അപ്പം ഏതായാലും ഇതിൻ്റെ അടുത്ത് എവിടെയാണ് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നത്. ടൂറിസ്റ്റ് ക്യാമ്പിംഗ് സെൻറ്റർ കല്ലാർ 1.5 കിലോമീറ്റർ. നമ്മളങ്ങനെ കല്ലാറിന് വളരെ അടുത്തെത്തി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു മഴ പെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു കഷ്ടിച്ച് 1 കിലോമീറ്റർ വരുമായിരിക്കും. 1 കിലോമീറ്റർ കൂടെ പോയാൽ കല്ലാറ്, പിന്നെ അതിനുശേഷം ഗോൾഡൻ വാലിയും കൂടെ, പിന്നെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പൊന്മുടിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കല്ലാറ്. കണ്ടോ, ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു. ആ പുറയിൽ കാണുന്നത് പൊന്മുടി ആയിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിതുവരെ എത്തിയില്ല. ഇനി നമ്മൾ താഴ്വാരം എത്താനുണ്ട്. നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കല്ലാറെത്തിയിരിക്കുകയാണ്. ഈ വഴി പോയി കഴിഞ്ഞാൽ പൊന്മുടിയാണ്. മീൻമുട്ടി ഇതിനുള്ളിലോട്ടാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ 43 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂർ അടുപ്പിച്ചായി നമ്മൾ ചവിട്ടി തുടങ്ങിയിട്ട്. 3-3.5 മണിക്കൂറായി. അപ്പം ഇനി ബാക്കി ഉള്ളിലോട്ട് ചെന്നിട്ട് പറയാം. കല്ലാർ റിവറിൻ്റെ ഒഴുക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ വഴി പോകുന്നു, എങ്ങനെ തിരിയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല. കണ്ടോ, മഴ പെയ്ത് നല്ല ഒഴുക്കുണ്ട് ഇവിടെ. ഇനി ഇതിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ പാസ് എടുക്കണം. ഇപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ പാസ് എടുക്കാനായിട്ട് പോവുകയാണ്. പാസിൻ്റെ നിരക്കെന്ന് പറയുന്നത് ഈ റേറ്റാണ്. നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അനുസരിച്ച് അടച്ചാൽ മാത്രമേ ഒരു അകത്തോട്ട് കടത്തി വിടത്തുള്ളൂ. അങ്ങനെ അകത്തോട്ട് കയറി പോകുമ്പോഴാണ് നമ്മൾ കല്ലാറിൻ്റെ മെയിൻ പോയിന്റിലോട്ട് നമ്മൾ എത്തുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പാസ്സൊക്കെ എടുത്തു. ഇനി നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാൻ പോവാണ്. അതിന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പതുക്കെ പോകാമെന്ന് ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ സൗകര്യമുണ്ട്. ഇപ്പോഴാണ് കാണുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പൊന്മുടിയിലോട്ട് പോണ പാലം കണ്ടില്ലേ? ആ പാലമാണ് ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെയൊക്കെ നല്ല പായലുണ്ട്. എനിക്കൊന്ന് മഴ പെയ്ത് നല്ല വെള്ളം വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുമായിരിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പറ്റുന്നവരൊക്കെ അവധിക്കൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ നോക്കണം. ഇപ്പോഴും മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ റോഡില്ല. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പിന്നെ റോഡില്ല, പിന്നെ പാറയാണ്. അത്രയും കാട്ടിൻ്റെ അകത്തൂടെയാണ് നമ്മൾ പിന്നെ പോകുന്നത്. ഇനി സൈക്കിൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സൈക്കിൾ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് ഉള്ളിലോട്ട് നടക്കുകയാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. മിക്കവരും വേറെ ഭാഷകളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നും വരുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഒരു ഭാഷ എനിക്ക് കേട്ടിട്ട് ഏതാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ കാട്ടിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ്. കാണാനായിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ തന്നെ കുറേ പാറകൾ അടുക്കി വെച്ച പടികളാണ്. കണ്ടോ? ആരോ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ വഴി. വീണ്ടും കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി അങ്ങ് അറ്റത്ത് എന്തെങ്കിലും നല്ല കാഴ്ച ആയിരുന്നാൽ മതി. എനിക്ക് വയ്യ, ശരിക്കും വളർന്നു. ഇനി അങ്ങോട്ട് ശരിക്കും ഉൾക്കാടാണെന്ന് തോന്നുന്നു. എല്ലാം ഡേഞ്ചർ സോണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഓരോ അപകടങ്ങൾ ആണെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് സൂക്ഷിച്ചു പോയി കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചതേപോലെ വരുമെന്ന് പ്രതീക്ഷിച്ചു പോവാം. കുറേ കയറ്റങ്ങൾ ഇറങ്ങി ഇവിടെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതും നമ്മൾ ആറിൻ്റെ സൈഡിൽ തന്നെയാണ്. വലിയൊരു പാറയുണ്ട്. കാണാമോ നിങ്ങൾക്ക്? ഇത്രയും വലിയ പാറയുണ്ട്.
ഇവരൊക്കെ എൻ്റെ കൂടെ സൈക്കിൾ ഓട്ടുന്നവരാണ്, എൻ്റെ കൂട്ടുകാരാണ്. കുറേ ആയിട്ടുണ്ടതാ, എല്ലാ സൈഡും കാടാണ്. ഈ താഴെ നോക്കുകയാണെങ്കിൽ വലിയൊരു പൊത്തോലല്ല, ഫുൾ വെള്ളമാണ്. മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ താഴെ മുകളിലോട്ട് മല പോലെ ഇങ്ങനെ കയറി പോവാണ്. എപ്പോൾ എത്തുന്നൊരു പിടിയില്ല, എങ്ങോട്ടാ പോകണമെന്നൊരു പിടിയുമില്ല. കയറ്റം ഇറക്കം ഇറങ്ങി വന്നപ്പോൾ കാണുന്നൊരു കാഴ്ചയാണിതാ. ഇത്രയും വലിയൊരു പാറേൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ആകെ പേടി എൻ്റെ ഫോൺ വെള്ളത്തിൽ പോകാതിരിക്കുക എന്നുള്ളതാണ്. നല്ല തണുത്ത വെള്ളമാണ്, നല്ല മലയുടെ മുകളിൽ നിന്ന് വരുന്ന ശുദ്ധ വെള്ളമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. ഇതാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. അതിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല വെള്ളമാണ്, നല്ല തണുപ്പുണ്ട്. ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് ഇരിക്കുന്നത്. കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം 5:45 മണിയായി. നല്ല തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 68 കിലോമീറ്റർ നമ്മൾ ചവിട്ടി മൊത്തത്തിൽ. ഇനി ഒരു 22 കിലോമീറ്റർ കൂടെ ചവിട്ടിയാൽ വീടെത്തും. ഇപ്പം 16-ാം കല്ലം നല്ല സ്ഥലത്ത് നിൽക്കുകയാണ്.